ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആദിത്യ വ്ളോഗ്സ്. അപ്പം ഇന്നെൻ്റെ വീട്ടിലൊരു കൊച്ചു നോമ്പ് തുറയണം. സോ അത് കാണിക്കാൻ ഓർത്തു. ഞാൻ എങ്ങനെയാണ് നോമ്പ് തുറക്കുന്നത്, മറ്റു കാര്യങ്ങളൊക്കെ കാണിക്കാൻ ഓർത്തു. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന്. പക്ഷേ പല പ്രാവശ്യം ചിന്തിച്ചു. പിന്നെ എനിക്ക് വേണ്ടെന്നിരിക്കും, പിന്നെ എനിക്ക് ചെയ്താലോ എന്നായിരിക്കും. അങ്ങനെ ഫൈനലി നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വീട്ടിൽ നോമ്പ് തുറയുടെ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോകാനുണ്ട്. അപ്പോൾ അധികം സാധനങ്ങളൊന്നും വീട്ടിലില്ല. അപ്പം കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ ഓർത്തു. അങ്ങനെ ഞാൻ നോമ്പ് ഒരു 6 വരെയൊന്നും ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നോമ്പുതുറയുടെ സാധനങ്ങളൊന്നും നമ്മൾ മേടിച്ചിട്ടുണ്ടായില്ല. അങ്ങനെ ഫൈനലി നോമ്പുതുറയുടെ സാധനങ്ങൾ മേടിക്കാനും കുറച്ച് റീൽസൊക്കെ എടുക്കാനും വേണ്ടി പോവുകയാണ്. കാരണം യൂട്യൂബിൽ സ്ഥിരം റീൽസ് ഇടേണ്ടത് കൊണ്ട് നമുക്ക് ഒരുപാട് റീൽസ് എടുത്തു വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഓരോന്നോരോന്ന് എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അതിനൊക്കെ വേണ്ടിയിട്ടാണ് പോകുന്നത്. അങ്ങനെ നേരെ ഫ്രണ്ടിനെ വിളിച്ചു. അവനും യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അപ്പം അവനും റീൽസ് എടുക്കണം, എനിക്കും റീൽസ് എടുക്കണം. പിന്നെ പള്ളിയിലൊക്കെ പോകാൻ നമ്മൾ വെളിയിലൊക്കെ പോകുമ്പം വെളിയിലാണ് ഇവിടെ പള്ളി. എൻ്റെ വീടിൻ്റെ അടുത്തൊന്നും പള്ളിയില്ല. അപ്പം വെളിയിലാണ് പള്ളിയുള്ളത്. അപ്പോൾ അവിടെ പള്ളിയിലൊക്കെ പോയി നിസ്കരിച്ച് വരാമെന്നൊക്കെ ഓർത്തിട്ടാണ് അങ്ങനെ വെളിയിലോട്ട് ഇറങ്ങിയത്. അങ്ങനെ ഫൈനലി ഫ്രണ്ട് വിളിച്ചപ്പോൾ തന്നെ പെട്ടെന്ന് വന്നു. അങ്ങനെ നമ്മളിപ്പോൾ ആദ്യം പോകുന്നത് കുറച്ച് റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം റീൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റീൽസ് ഒന്നും എടുത്തുണ്ടായിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കണ്ടൻറ്റ് ഞാൻ തന്നെ എഴുതിയിട്ട് അത് ഞാൻ തന്നെ കണ്ടൻറ്റ് ചെയ്യുമായിരുന്നു ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം എന്താ പറയുക, അതൊന്നും എടുക്കാനുള്ള ഒരു സാവകാശവും ഇല്ല. അവനാണെങ്കിൽ തിരക്ക്, എനിക്കാണെങ്കിലും നോമ്പിൻ്റെ ക്ഷീണവും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് തൽക്കാലം ചെറിയ ചെറിയ എന്തെങ്കിലും വീഡിയോസ് ഇടാൻ ഓർത്തു. കാരണം യൂട്യൂബിന് നമ്മൾ വീഡിയോസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഡെയിലി വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കണം. അത് ഒരേ സമയത്ത് കൃത്യസമയത്ത് നമ്മൾ ഇട്ടുകൊണ്ടേ ഇരിക്കണം, എങ്കിൽ മാത്രമേ റീച്ച് ആവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കറക്റ്റ് ടൈമിന് വീഡിയോ കൊടുക്കുന്നുണ്ട്. കുറേ വീഡിയോസ് നമ്മൾ ഒറ്റ പോക്കിന് എടുത്ത് വയ്ക്കും. അത് പിന്നീട് ചിലപ്പോൾ ഒരു മാസത്തേക്കുള്ള വീഡിയോസൊക്കെ എടുത്ത് വയ്ക്കും. എന്നിട്ട് അത് പിന്നീട് എഡിറ്റ് ചെയ്ത് ഇടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് എല്ലാ യൂട്യൂബേഴ്സും ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഡെയിലി വീഡിയോസ് എടുക്കാൻ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് സാധ്യമല്ല. കാരണം നമ്മൾ റെഡി ആയിരിക്കുമ്പോൾ ചിലപ്പോൾ ഫ്രണ്ട് റെഡി ആയിരിക്കത്തില്ല, അവൻ ബിസി ആയിരിക്കും, ജോലി തിരക്കായിരിക്കും. അതൊക്കെ കൊണ്ട് നമുക്ക് ഡെയിലി പോക്ക് നടക്കത്തില്ല. പോകുമ്പോൾ ഒരുപാട് റീൽസ് 10-15 റീൽസൊക്കെ ഒരുമിച്ച് എടുത്ത് വെക്കലാണ് പൊതുവേ പതിവ്. പിന്നെ അത് എഡിറ്റ് ചെയ്ത് ഓരോ ദിവസം ഓരോന്ന് പോസ്റ്റ് ചെയ്യും. അങ്ങനെ ഫൈനലി നമ്മൾ റീൽസ് പിടിക്കുന്ന സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി പോവാണ്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് എന്താ പറയുക, ബേക്കറിയിലൊക്കെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്, ഈത്തപ്പഴം മറ്റു കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ആദ്യം പോകുന്നത് റീൽസൊക്കെ പിടിക്കുന്ന സ്ഥലത്തോട്ടാണ്. ആദിത്യനീ എൻ ലോകം, ആദിത്യനീ എൻ ജീവൻ, ആദിത്യനീ എൻ ഉലകം, ആദിത്യനീ എന്നും ഉയരും. ഇതാണ് അടിപൊളി സംഭവം. ഇതാണ് അടിപൊളി സംഭവം. അതൊക്കെ ഞാൻ റീൽസിൽ ഇട്ടോളൂ. ഇത് കണ്ടോ ഗൈസ്, ഇതാണ് ഞങ്ങൾ റീലൊക്കെ ഷൂട്ട് ചെയ്യാൻ വരുന്ന മെയിൻ ആയിട്ടുള്ള സ്ഥലം. ഇവിടെ നിന്നാണ് അധികം റീൽസ് നമ്മൾ എടുക്കാറ്. സോ ഈ ഒരു ഏരിയ ഇത് കണ്ടോ. ഈ സ്ഥലത്ത് നിന്നൊക്കെ നിങ്ങൾ പല റീൽസും കണ്ടിട്ടുണ്ടാവും. സ്ഥലത്ത് നിന്നൊക്കെ ഒത്തിരി റീൽസ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇവിടുന്ന്. വാ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് നൈസായിട്ട് സ്കൂട്ടാവാം. അങ്ങനെ ആവശ്യത്തിനുള്ള റീൽസൊക്കെ നമ്മൾ പിടിച്ചു. അവനും കുറേ റീൽസ് പിടിച്ചു, എനിക്കും കുറേ റീൽസ് പിടിച്ചു. ഒരു 10-15 ദിവസത്തേക്കുള്ള ഇടാനുള്ള കുറച്ച് റീൽസൊക്കെ നമ്മൾ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഡ്രസ്സൊക്കെ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് മാറ്റിയിട്ടിട്ട് നമ്മൾ റീൽസ് പിടിച്ചിട്ടുണ്ട്. അവിടുന്ന് മാത്രമല്ല, വേറെ 1-2 സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ പോയി നമ്മൾ റീൽസ് അത്യാവശ്യം ശേഖരിച്ചിട്ടുണ്ട്. കാരണം ഡെയിലി പോകാൻ ഒക്കത്തില്ല, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് കടയിലോട്ടാണ്. കടയിൽ പോയിട്ട് കുറച്ച് നോമ്പുറയുടെ കുറച്ച് സാധനങ്ങൾ മേടിക്കണം. നോമ്പായതുകൊണ്ട് തന്നെ അത്രയും ചൂടും പൊരി വെയിലത്താണ് റീൽസൊക്കെ പിടിക്കുന്നത്. അപ്പം നോമ്പാണ്, അപ്പം അത്രയും ക്ഷീണവും അതിൻ്റെ ഇടയ്ക്ക് ഈ പൊരി വെയിലത്ത് നിന്ന് റീൽസ് പിടിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും നമുക്ക് പിടിച്ചല്ലേ പറ്റത്തുള്ളൂ. കാരണം യൂട്യൂബിന് വീഡിയോ ഇട്ടേ പറ്റത്തുള്ളൂ. അതൊരു ജോബായിട്ട് കാണുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ അതൊരു പ്രൊഫഷണലായിട്ട് കാണുന്നവരാണെങ്കിൽ
തീർച്ചയായിട്ടും അറിയാം. നമ്മൾ വീഡിയോ കൊടുത്തേ പറ്റത്തുള്ളൂ. കാരണം യൂട്യൂബിന് നമുക്ക് ക്ഷീണമുണ്ടോ, ക്ഷീണമില്ലേ, അല്ലെങ്കിൽ ആരും മരിച്ചോ മരിച്ചില്ലേ എന്നൊന്നും യൂട്യൂബിന് അറിയേണ്ട കാര്യമില്ല. യൂട്യൂബ് ഡെയിലി വീഡിയോസ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം. അതൊരു ജോബായിട്ട് കണ്ട് പ്രൊഫഷണലായിട്ട് കണ്ട് ചെയ്യുന്ന ആൾക്കാർക്കറിയാം. അത്രയും ബുദ്ധിമുട്ടായിരിക്കും ഷോർട്സ് ആണെങ്കിലും വ്ളോഗ്സ് ആണൊക്കെ എടുക്കുന്നത്. കാരണം പനിയായിട്ട് പോലും പലരും വ്ളോഗ്സ് പോയി എടുത്ത് എഡിറ്റ് ചെയ്തൊക്കെ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളും അതുപോലെ തന്നെയാണ്. ഇപ്പോൾ ഒരു 2 വർഷമൊക്കെ കംപ്ലീറ്റ് ആയി നമ്മൾ. സോ ഇനി അടുത്ത വർഷമെങ്കിലും ഒന്ന് ക്ലിക്കായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നല്ലേ ഉള്ളൂ. നമ്മൾ ചെയ്യാന്നുള്ളതേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്ലിക്കാവുന്നതും ക്ലിക്കാവാത്തതൊക്കെ നമ്മൾ ടൈം പോലെ ഇരിക്കും. നമ്മുടെ ടൈം കറക്റ്റ് ആകുമ്പോൾ അത് നമുക്കൊരു ഫ്ലൈയിങ് മോഡ് ഉണ്ടാവും. എല്ലാവർക്കും ലൈഫിലൊരു ഫ്ലൈയിങ് മോഡ് ഉണ്ടാവും. ആ ഫ്ലൈയിങ് മോഡ് ഓൺ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കരിയർ ഡെവലപ്പ് ആവും. ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്താലും അത് ഓക്കെ ആവില്ല. പക്ഷേ നമുക്ക് ഫ്ലൈ മോഡ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി കരിയർ ഡെവലപ്പ് ആയിക്കോളും എന്നാണ് എൻ്റെ ഒരു തിയറി. ഞാൻ പൊതുവെ ആൾക്കാർ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. ഒരുപാട് ലോ ആയിട്ട് വരുമ്പം ഒരു താഴ്ചയ്ക്ക് ഒരു ഉയർച്ച കൺഫേം ആയിട്ടുണ്ട്. അപ്പം താഴ്ന്നു കൊണ്ടേ എപ്പോഴും ഇരിക്കത്തില്ല, പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് മാത്രമേ നമുക്ക് കഴിയത്തുള്ളൂ. ഏതെങ്കിലും ഒരു റീൽസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്ളോഗ്സോ ഒക്കെ കയറി ക്ലിക്കാകുമ്പോൾ നമ്മളെ വീഡിയോ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ മറ്റു വീഡിയോസൊക്കെ കണ്ട് റീച്ച് ആകും. അങ്ങനെയാണ് പൊതുവെ റീച്ച് ആവുന്നത്. അപ്പോൾ അതൊക്കെ പ്രതീക്ഷിച്ചാണ് നമ്മളും വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു കൂട്ടുകാരനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. നമ്മൾ എപ്പോൾ വിളിച്ചാലും എന്തൊരു ആവശ്യത്തിന് വിളിച്ചാലും ഓടി വരും. കാരണം പുള്ളിക്ക് ഓടി വരേണ്ടതോ അല്ലെങ്കിൽ നമ്മുടെ സഹായിക്കേണ്ടതോ ഒന്നും ആവശ്യമേ ഇല്ല. പക്ഷേ എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നറിയാം. ഞാൻ ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്നതറിയാം. എൻ്റെ ലൈഫിൽ എല്ലാ അപ്പ് ആൻഡ് ഡൗൺസും കണ്ടിട്ടുള്ളൊരു ഫ്രണ്ടാണ്. അപ്പം അവന് ഒരുപക്ഷെ നമ്മളിങ്ങനെ കൊണ്ടുപോകേണ്ട കാര്യമോ അല്ലെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ട കാര്യമോ ഒന്നുമില്ല. അതിൻ്റെ യാതൊരു ആവശ്യമില്ല. പക്ഷെങ്കിൽ അവൻ്റെ ഒരു മനസാക്ഷി വെച്ചിട്ട് ഞാൻ എന്തിനു വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും വരും. അത് ഏത് പാതിരാക്കാണെങ്കിലും നമ്മളൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിന് വരും. അതൊരു വലിയ ബ്ലെസ്സിങ്സ് തന്നെയാണ്. എനിക്കുള്ള ഫ്രണ്ട്സുകളെല്ലാം എനിക്കുള്ള ഫ്രണ്ട്സുകളെല്ലാം ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ എന്തൊരു ആവശ്യത്തിന് വിളിച്ചാലും ഓടി വരുന്ന ടൈപ്പ് ഓഫ് ഫ്രണ്ട്സാണ്. മാത്രമല്ല എല്ലാവരെയും സഹായിക്കാനും നല്ല മനസ്സുള്ള ആൾക്കാരെ നോക്കിയിട്ടാണ് ഞാൻ പൊതുവേ എൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഉൾപ്പെടുത്താറ്. ഈയിടെ ഒരു സംഭവം ഉണ്ടായി. ഏതോ ഒരു ചങ്ങായി വിളിച്ചിട്ട് എനിക്ക് നിന്നെ കുഞ്ഞിലേ അറിയാം, എനിക്ക് നിന്നെ ഭയങ്കര പരിചയമുണ്ട്, പക്ഷേ എനിക്ക് ഇയാളുടെ ഫേസ് പോലും എനിക്കറിയില്ല, അയാൾ പറയുന്നത് ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല, അയാൾ സംസാരം പോലും വോയിസ് പോലും എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അത് ചിലപ്പം എൻ്റെ കുഴപ്പമായിരിക്കും. കാരണം എനിക്കൊരു ആക്സിഡൻറ്റിന് ശേഷം എനിക്ക് കുറേ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. ചൈൽഡ്ഹുഡിൽ നടന്ന കുറേ കാര്യങ്ങൾ ഓർമ്മയില്ല. വളരെ ഇൻറ്റൻസ് ആയിട്ട് നടന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അല്ലാതെ കുറേ കാര്യങ്ങൾ എന്നോട് മറന്നുപോയി. എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ നിൻ്റെ കൂടെ പഠിച്ചതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ആളെ തിരിച്ചറിയാൻ പറ്റത്തില്ല, ഫേസും തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പം അത് അവരുടെ പ്രോബ്ലം ആയിരിക്കത്തില്ല, എൻ്റെ പ്രോബ്ലം ആയിരിക്കും. എന്തായാലും അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് ലൈഫിൽ ഒരുപാട് ട്രാജഡി സംഭവിച്ചുകൊണ്ട് തന്നെ പഴയ ഒരുപാട് കാര്യങ്ങൾ മറക്കാൻ ഞാൻ ആഗ്രഹിച്ചായിരുന്നു. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ മെമ്മറീസ് എന്ന് പോയതോടുകൂടി എനിക്ക് ഭയങ്കര ഹാപ്പിയായി. അതൊരിക്കലും തിരിച്ച് വരല്ലേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഡോക്ടർ പറഞ്ഞു അത് പതിയെ പതിയെ ഓരോന്നോരോന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റും, അത് കുറച്ച് ടൈം എടുക്കും, കുറച്ച് വർഷങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ എങ്കിലും ഞാനതൊരു വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അത് ഓർമ്മയില്ലാത്ത തന്നെയാണ് നല്ലത്. കാരണം ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരുപാട് കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ആ സമയത്ത് സംഭവിച്ചിട്ടുണ്ടാവുക. കാരണം എനിക്ക് ഓർമ്മയുള്ളതെല്ലാം ഞാൻ ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ്. അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും. എന്തായാലും മറന്നുപോയ കാര്യത്തിൽ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. അങ്ങനെ ഫൈനലി നമ്മൾ എത്തിയിരിക്കുകയാണ്, ഹോൾസെയിൽ കടയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് പൊതുവേ നമ്മൾ സാധനം മേടിക്കുന്നത്. നമ്മുടെ ഏരിയയിലോട്ടൊക്കെ കടകളിലോട്ടൊക്കെ ഇവിടെ നിന്നാണ് സാധനം എടുക്കുന്നത്. അങ്ങനെ ഇവിടെ ആകുമ്പോൾ നമുക്ക് റേറ്റ് കുറച്ച് കമ്മിയുണ്ടാകും. ഞാൻ പൊതുവേ എല്ലാ കടയിലും കയറി റേറ്റൊക്കെ ഏറ്റവും കൂടുതൽ കമ്മിയായ കടയിൽ നിന്നാണ് ഞാൻ സാധനങ്ങൾ മേടിക്കുന്നത്. അപ്പോൾ പല ആൾക്കാരും പറയും ഒരുപാട് പ്രായമുള്ള ആൾക്കാരെ പോലെ എല്ലാത്തിനും ഈ സാധനങ്ങളൊക്കെ വില ചോദിച്ചിട്ടാണല്ലോ മേടിക്കുന്നതെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെയാണ് പൊതുവേ. എന്താ പറയുക, ഓരോ സാധനങ്ങൾ 1000 രൂപയുണ്ടെങ്കിൽ ആ 1000 രൂപ കൊണ്ട് എന്തൊക്കെ മേടിക്കണമെന്ന് എനിക്കൊരു നിശ്ചയം ഉണ്ടാവും. അപ്പോൾ ഓരോ സാധനങ്ങൾ മേടിക്കുമ്പോഴും കൃത്യമായിട്ട് വില ചോദിച്ച് എത്രയാണ് വില എന്ന് ചോദിച്ചിട്ട് കൃത്യമായിട്ട് മേടിക്കും, കൃത്യമായ അളവിൽ മേടിക്കും. എങ്കിൽ മാത്രമേ നമുക്ക് ആ കൊണ്ടുപോകുന്ന പൈസക്ക് കൃത്യമായിട്ട് സാധനങ്ങളെല്ലാം മേടിക്കാൻ പറ്റും, ആവശ്യത്തിലുള്ള സാധനങ്ങളെല്ലാം മേടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ സാധനങ്ങളെല്ലാം നമ്മൾ മേടിച്ചു, അവിടെ ബില്ലും കൊടുത്തു. അതിനുശേഷം നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. നല്ല വെയിലാണ്, ഒരു രക്ഷയില്ല, ഒടുക്കത്തെ ചൂടെന്ന് പറയാം. പുറത്തിറങ്ങാൻ മേല, ഭയങ്കര വെയിൽ. അങ്ങനെ നമ്മളെ വീട്ടിലോട്ടുള്ള റൂട്ടിലോട്ട് പോവാണ്. ഇത് നമ്മൾ ഡെയിലി നമ്മുടെ മാളികപ്പുറമൊക്കെ ഷൂട്ട് ചെയ്തൊരു സ്ഥലത്ത് പോകാറുണ്ടായിരുന്നു. അവിടെയും പോയി കുറച്ച് നേരം നമ്മൾ സ്പെൻഡ് ചെയ്തു. ഇത് നമ്മുടെ വീട്ടിലേക്കുള്ള റോഡ് തന്നെയാണ്. അങ്ങനെ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഏകദേശം ഇപ്പോൾ ഒരു ടൈം ഏകദേശം ഒരു 5:30 മണിയൊക്കെ ആയിട്ടുണ്ട്.
ഇനിയിപ്പം വീട്ടിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. നോമ്പുറയുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അധികം വളരെ ഗ്രാൻഡായിട്ടുള്ള ഒരു നോമ്പുറയൊന്നുമല്ല ഞാൻ പൊതുവേ വീട്ടിൽ നടത്താറ്. കാരണം ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് ചെറുതായിട്ട് എന്തെങ്കിലും ഉള്ള ഇത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ ഫൈനലി നമ്മൾ നോമ്പ് തുറയുടെ ടൈമായിരിക്കുകയാണ്. നമ്മുടെ നോമ്പുറൻ്റെ ഐറ്റം സോ ഒരു മസാല ബന്നുണ്ട്, പിന്നെ ഈത്തപ്പഴമുണ്ട്, സോ ബിസ്ക്കറ്റുണ്ട്, പഴം, പിന്നെ പച്ചവെള്ളം. സോ തണുത്ത വെള്ളമാണ്. സോ തണുത്ത വെള്ളമാണ്. ഞാൻ കടയിൽ നിന്ന് ഒരു ബോട്ടിൽ വെള്ളം മേടിച്ചാണ്. കാരണം ഇവിടെ ഫ്രിഡ്ജൊന്നുമില്ല. അതുകൊണ്ട് നോമ്പ് തുറക്കുമ്പോൾ എന്തെങ്കിലും തണുത്ത വെള്ളം കുടിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകും. ജ്യൂസില്ലെങ്കിൽ ഒരു തണുത്ത വെള്ളം കുടിക്കണം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. സോ അങ്ങനെ ഞാൻ ഒരു ബോട്ടിൽ തണുത്ത വെള്ളം മേടിച്ചാണ്. പിന്നെ ഇതാ നേരത്തെ പറഞ്ഞ പോലെ പഴമുണ്ട്, പിന്നെ മസാല വന്നുണ്ട്, ഈത്തപ്പഴമുണ്ട്, സോ ബിസ്ക്കറ്റുണ്ട്. ഇത് തന്നെ മതി നമുക്ക് വയറ് നിറയാനും. എന്താ പറയുക, ഇത് തന്നെ കഴിച്ച് കഴിഞ്ഞാൽ ഓൾറെഡി വയറ് നിറയും. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ ശേഷം പൂരിയും എന്തെങ്കിലും മുട്ടക്കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. സോ അതുണ്ടാക്കി കഴിക്കും. ഇപ്പം നോമ്പ് തുറക്കുമ്പോൾ കഴിക്കുന്നത് ഇത്രയൊക്കെയാണ്. അപ്പോൾ വാ നമുക്ക് കഴിക്കാം. ജ്യൂസൊക്കെ അടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മുടെ അടുത്ത് സാമ്പത്തികം അത്ര ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇത്രയും മാത്രം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. നല്ല തണുത്ത വെള്ളമുണ്ട്. ഇത് കടയിൽ നിന്ന് മേടിച്ചതാണ്. 20 രൂപയുടെ ബോട്ടിൽ. സോ അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഉണ്ടാവും കുടിക്കാൻ. നമുക്കിവിടെ പൈപ്പ് വെള്ളമായതുകൊണ്ട് നമ്മൾ ചൂടാക്കിയിട്ടാണ് കുടിക്കുന്നത്. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇച്ചിരി തണുത്ത വെള്ളം കുടിക്കുന്നത് എനിക്ക് കൊച്ചിയിലെ മുതലുള്ള ശീലമാണ്. സോ അപ്പോൾ ഇപ്പം നമുക്ക് സാമ്പത്തികമായിട്ട് ഇത്രയും ഉള്ളത് കൊണ്ട് നമ്മൾ ഇത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. സാമ്പത്തികമൊക്കെ ഉണ്ടാകുമ്പം യൂട്യൂബൊക്കെ സക്സസ് ആകുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ വീടൊക്കെ വെച്ച് നല്ല രീതിയിൽ നോമ്പുറൊക്കെ കഴിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഇപ്പോൾ എല്ലാവർക്കും കഴിക്കാം. അപ്പോൾ അതിൽ തന്നെ നോമ്പ് തുറക്കാം. കാരൊക്കെ വെച്ച് നോമ്പ് തുറക്കാം. അതിൽ തന്നെ ഈത്തപ്പഴം വെച്ച് നമുക്ക് നോമ്പ് തുറക്കാം. നോമ്പ് തുറക്കുന്ന സമയത്ത് തണുത്ത വെള്ളം കുടിക്കും പ്രത്യേക ഒരു ഫീലാണ്. നമുക്ക് ബാക്കിയുള്ളതൊക്കെ കഴിക്കാം. അപ്പോൾ ഇത് എൻ്റെ ഒരു കുഞ്ഞു നോമ്പ് തുറ വീഡിയോ ആണ്. പല പ്രാവശ്യം ഇടണ്ടോ എന്ന് ചിന്തിച്ചിട്ടാണ് തീർന്നത്. കാരണം ഇവിടെ സൗകര്യങ്ങളൊക്കെ വളരെ കുറവായതുകൊണ്ടും ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നോമ്പ് തുറ വീഡിയോ ഇടണ്ടോ എന്നൊക്കെ പല പ്രാവശ്യം ചിന്തിച്ചു. എന്തായാലും ഇട്ടേക്കാന്ന് വെച്ചു. അങ്ങനെ ഫൈനലി ഇടാമെന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് ഇപ്പോൾ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ടാറ്റ, ബൈ, പ്ലും.